welcome back to another interesting session with English Ladder. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് ആണ്. ഫസ്റ്റ് ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ടേൺ ഓൺ. ടേൺ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ ഓൺ ആക്കി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ടേൺ ഓൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡു യു വാണ്ട് മീ ടു ടേൺ ദ ലൈറ്റ്സ് ഓൺ? ഡു യു വാണ്ട് മീ ടു ടേൺ ദ ലൈറ്റ്സ് ഓൺ? ചുരുക്കം പറഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കുന്നു, ലൈറ്റ് ഓൺ ആക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് ടേൺ ഓൺ. ഓക്കെ, സോ യാ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടേൺ ഓഫ്. ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും, ടേൺ ഓണിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ലൈറ്റ്സ് അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടേൺ ഓഫ് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ, ടേൺ ഓഫ്. ഓക്കെ, സോ ഇത് തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഡു യു വാണ്ട് മീ ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ് ലൈക്ക് ഐ ഡിഡ് റൈറ്റ് നൗ? ഡു യു വാണ്ട് മീ ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ്? ഓർ ഇത് ടി വിക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ്സ് ടു നോയ്സി, പ്ലീസ് ടേൺ ഓഫ് ദ ടി വി എന്ന് പറയാം. നമ്മുടെ അമ്മമാരൊക്കെ സ്ഥിരം നമ്മളോട് പറയാറുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ ഏതൊരു ഇലക്ട്രോണിക് സാധനങ്ങളും നമ്മൾ ടേൺ ഓഫ് ചെയ്യുക, പവർ ഓഫ് ചെയ്തിട്ട് ആ സ്റ്റോപ്പ് ചെയ്യുന്നതിന് നമ്മൾ ടേൺ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, നമ്മുടെ തേർഡ് ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് പുട്ട് ഓൺ മ്യൂസിക് എന്നുള്ളതാണ്. പുട്ട് ഓൺ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മ്യൂസിക് പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷി പുട്ട് ഓൺ മ്യൂസിക് വൈൽ ദേ എയ്റ്റ്. ഷി പുട്ട് ഓൺ മ്യൂസിക് വൈൽ ദേ എയ്റ്റ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ മ്യൂസിക് പ്ലേ ചെയ്തു. ഓക്കെ, നമ്മളെല്ലാവരും ചെയ്യാറുള്ള പോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് മ്യൂസിക്, ലൈറ്റ് മ്യൂസിക് പ്ലേ ചെയ്തിട്ടാൽ നല്ല രസമായിരിക്കും അല്ലേ. സോ വേറൊന്നുമല്ല, പുട്ട് ഓൺ മ്യൂസിക് എന്ന് വെച്ചാൽ പ്ലേ ദ മ്യൂസിക് ഓൺ. ഓക്കെ, നമ്മുടെ മ്യൂസിക് ഓൺ ആക്കി ആസ്വദിച്ച് മ്യൂസിക് കേൾക്കും. പുട്ട് ഓൺ വെച്ചുള്ള അടുത്തൊരു ഫ്രേസ് എന്ന് പറയുന്നത് പുട്ട് ഓൺ ദ പോട്ട് ഓർ കെറ്റിൽ എന്ന് പറയും. പുട്ട് ഓൺ ദ പോട്ട് ഓർ കെറ്റിൽ എന്ന് വെച്ചാൽ ഒന്നുമല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ സ്റ്റൗവിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോട്ട് വെക്കുന്നു. കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബോയിൽ ചെയ്യാനോ കുക്ക് ചെയ്യാനോ എന്തെങ്കിലും വേണ്ടി നമ്മൾ പോട്ട്സോ എന്തെങ്കിലും ഒരു പാത്രം വെക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ കെറ്റിൽ നമ്മൾ ബേസിലേക്ക് വെച്ചിട്ട് നമ്മൾ പവർ ഓൺ ആക്കി ടീ അല്ലെങ്കിൽ ഫോർ ബോയിലിംഗ് വാട്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി കെറ്റിൽ ഓൺ ആക്കുന്നതിനാണ് നമ്മൾ പുട്ട് ഓൺ ദി പോട്ട് ഓർ കെറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷി പുട്ട് ഓൺ ദി കെറ്റിൽ ഫോർ ടീ. ഷി പുട്ട് ഓൺ ദി കെറ്റിൽ ഫോർ ടീ, അതായത് ചായ ഉണ്ടാക്കാൻ വേണ്ടി അവൾ കെറ്റിൽ ഓൺ ആക്കി. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് പുട്ട് ഓൺ ദി പോട്ട് ഓർ കെറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ഫ്രേസ് എന്ന് പറയുന്നത് ഹാങ് അപ്പ് യുവർ ക്ലോത്ത്സ് എന്നാണ് പറയുന്നത്. ഹാങ് അപ്പ് യുവർ ക്ലോത്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ക്ലോത്ത്സ് ഇങ്ങനെ ഹാങ്കറിലാക്കിയിട്ട് നമ്മൾ കബേർഡിലേക്ക് ഹാങ് ചെയ്യുന്നതിനെയാണ് ഹാങ് അപ്പ് യുവർ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഞാൻ എക്സാമ്പിൾ പറയാം. വി ഹാങ് ആർ ക്ലോത്ത്സ് അപ്പ് ഇൻ ദ കബേർഡ്. വി ഹാങ് ആർ ക്ലോത്ത്സ് അപ്പ് ഇൻ ദ കബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത്സ് ഇങ്ങനെ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ട് തന്നെ ഹാങ്ങറിലാക്കി നമ്മൾ കബേർഡിലേക്ക് വെക്കണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ടേക്ക് ഔട്ട് ദി ട്രാഷ്. ടേക്ക് ഔട്ട് ദി ട്രാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ടേക്ക് ഔട്ട് ദി ട്രാഷ് ഡെയിലി. ഐ ടേക്ക് ഔട്ട് ദി ട്രാഷ് ഡെയിലി, അതായത് എല്ലാ ദിവസവും ഞാൻ വേസ്റ്റുകൾ പുറത്ത് വെക്കാറുണ്ട്. നമ്മൾ അറിയാമല്ലോ, നമുക്ക് കോർപ്പറേഷൻകാരൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നത്, അപ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെക്കണമല്ലോ. സോ ഐ ടേക്ക് ഔട്ട് ദി ട്രാഷ് ഡെയിലി. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഹോം റിലേറ്റഡ് ഫ്രേസൽ വേർബ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്, യൂസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, so that's it for today. I'll be back again with another interesting video. Till then, bye bye.